കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. രാജ്യത്ത് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന് ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. മാസപ്പടി വിവാദം രണ്ട് കമ്പനികൾ തമ്മിലുള്ളതാണെന്നും അത് സിപിഐഎം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അതല്ല, കമ്പനികൾ തമ്മിലുള്ള തർക്കമോ പ്രശ്നമോ എന്തൊക്കെയാണോ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കതിൽ അന്നൊന്നുമില്ല, ഇന്നും തർക്കമില്ല. ഞങ്ങൾക്കുള്ള ഒറ്റ കാര്യം, അതിൻ്റെ പേരും പറഞ്ഞ് പിണറായി വിജയൻ എന്ന സിപിഐഎം നേതാവിനെയും മുഖ്യമന്ത്രിയെയും അതിലേക്ക് കടന്നു ചെല്ലാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും അന്നും അംഗീകരിക്കില്ല, ഇന്നും അംഗീകരിക്കില്ല, നാളെയും അംഗീകരിക്കില്ല. ഇതാണ് നമ്മുടെ അടുത്ത നിലപാട്. അല്ലാണ്ട് കമ്പനികൾ നടത്തിയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യേണ്ട കാര്യം? അത് ചർച്ചയില്ല. ചർച്ച ചെയ്യാൻ ഒരു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി കുടുംബത്തിനെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പണ്ട് സ്വർണത്തിൻ്റെ കാര്യം, എന്താ സ്വർണത്തിൻ്റെ കാര്യം? സ്വർണത്തിൻ്റെ ഒന്നാം പ്രതി ആരാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഈ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികളുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ പ്രധാന ഉത്തരവാദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. എന്നിട്ട് അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, താനി RSSൻ്റെ സാധാരണ RSകാരൻ, മോഹൻ ഭഗതിനൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ RSൻ്റെ റേഞ്ചിലേക്കാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് പിന്നീട് അതെന്തായെന്ന് എം വി ഗോവിന്ദൻ ചോദിച്ചു. രാജ്യത്ത് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഉത്തരവാദിത്തം പ്രധാനമന്ത്രിയാണ് ഏറ്റെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറും എം വി ഗോവിന്ദനൊപ്പം ഉണ്ടായിരുന്നു. രാജ്യത്ത് എന്ത് നല്ലത് വന്നാലും അതിനെ എതിർക്കുന്നവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ എല്ലാ അഴിമതിക്കാരും അകത്താകുമെന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെപ്രാളപ്പെടുത്തുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പറയുന്ന കാര്യങ്ങൾ അതേപോലെ നടപ്പാക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ നിയോജക മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ എന്ത് നല്ലത് വന്നാലും അതിനെ എതിർക്കുന്ന ഒരു കക്ഷികളാണ് ഈ പ്രതിപക്ഷം. അഴിമതിക്കാർ ഓരോന്നോരോന്ന് കുടുങ്ങി. അരവിന്ദ് കെജ്രിവാൾ അകത്തായപ്പോ എന്തായിരുന്നു പ്രകടനം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും? അരവിന്ദ് കെജ്രിവാൾ ആരാ? ഹരിശ്ചന്ദ്രനോ? എത്രായിരം കോടിയാണ് അഴിമതി നടത്തിയത്? ദില്ലി മദ്യനയ കേസിൽ കോൺഗ്രസ് പറഞ്ഞു അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന്. ആദ്യം അറസ്റ്റ് ചെയ്തപ്പോ എല്ലാവരും വട്ടത്ത് കൂടി. ഞാൻ പറഞ്ഞു വന്നത്, മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ എല്ലാ അഴിമതിക്കാരെയും അകത്താക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ വേവലാതി. പിണറായി വിജയൻ ഒരു വെപ്രാളം. ഇന്നലെ മോദി ആലത്തൂരിലും കാട്ടാക്കടയിലും പറഞ്ഞു, മോദിയുടെ ഗ്യാരണ്ടിയിൽ ഒരു പ്രധാനപ്പെട്ട ഗ്യാരണ്ടി അഴിമതി നടത്തിയവരാരായാലും അവരെ അഴിക്കുള്ളിലാക്കുമെന്നുള്ളതാണ്. പെരുന്ന ബസ് സ്റ്റാൻഡ് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിയോജക മണ്ഡലം ഇൻചാർജ് B കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, ചങ്ങനാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത്, മധ്യമേഖല ഉപാധ്യക്ഷൻ NB കൃഷ്ണകുമാർ, ട്രഷറർ PD രവീന്ദ്രൻ, മാടപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് BV വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പുഴ MLAക്കെതിരെ രൂക്ഷ വിമർശനവുമായി KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഷുക്കൂർ. രാവിലെ ഞങ്ങൾ ചെന്നു കണ്ട കാഴ്ച ഇവിടെയുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഇത് വ്യാപകമായി അങ്ങനെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഗൂഢ ലക്ഷ്യം എന്ത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പരാജയ ഭീതിയിലാണ് CPM LDF. അപ്പോൾ ആ പരാജയ ഭീതിയിൽ നിൽക്കുന്നവർ ഏത് കുൽസിത മാർഗവും സ്വീകരിക്കും. അതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ പോളിംഗ് ശതമാനം കുറക്കാൻ, സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കാൻ നിഗൂഢ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇതിനെ കാണുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് അമ്പലപ്പുഴയിലെ MLA ആണ് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. കാരണം അല്ലാതെ ഇവരാരും വരില്ല. ഇതിൻ്റെ പിന്നിൽ സംരക്ഷകരില്ലെങ്കിൽ ഒരാളും ഇത്തരം പ്രവർത്തനത്തിന് വരില്ല. 2006 ഇതുപോലെ ഈ സംഘർഷം ഉണ്ടാക്കി സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി വ്യാജമായി കൈയൊടിഞ്ഞു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കിടത്തിയത് ഓർമ്മയുണ്ടോ? ആദ്യം ഇവിടെ ആവർത്തിക്കും. 2006
ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് രംഗം കലുഷിതമാക്കാനുള്ള ശ്രമത്തിനാണ് അമ്പലപ്പുഴ MLA നേതൃത്വം കൊടുക്കുന്നതെന്ന് AA ഷുക്കൂർ ആരോപിച്ചു. DCC പ്രസിഡന്റ് B ബാബുപ്രസാദും ഷുക്കൂറിനൊപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സക്കറിയ ബസാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ BJP ഭരണം സ്ത്രീകൾക്ക് ദുരിതം മാത്രമാണ് സമ്മാനിച്ചതെന്നും വാഗ്ദാനങ്ങളെല്ലാം ജലരേഖകളായി മാറിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മങ്കൊമ്പ് P. കൃഷ്ണപിള്ള സ്മാരക ഹാളിൽ ചേർന്ന വനിതാ പാർലമെന്റ് കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി മുൻ MLA ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനി വേറെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയാണ്. ചുമ്മാ ഒരാൾ ഒരു കുട്ടി ചോദിക്കാൻ വേണ്ടി വരുമ്പോ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ജയിച്ചു വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. നരേന്ദ്രമോദി പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പ്രകടനത്തിലേക്ക് പറഞ്ഞത് എന്തെങ്കിലും ചെയ്തോ? ഒരുപാട് ഒരു കാര്യം ചെയ്തില്ല. പെട്രോളിന്റെ വില കുറച്ചില്ല, ഡീസലിന്റെ വില കുറച്ചില്ല, ഗ്യാസിന്റെ വില കുറച്ചില്ല. പിന്നെ കള്ളപ്പണം കണ്ടുകെട്ടും എന്ന് പറഞ്ഞു, കള്ളപ്പണം കണ്ടുകെട്ടിയില്ല എന്ന് വേണ്ട പറഞ്ഞ ഒരു മാസം പാലിക്കണം. പ്രകടനപത്രികയോട് തെറ്റ് കൂടില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത, നരകാസുരനേക്കാളും ഈ പറയുന്ന രാവണനേക്കാളും വരം വാങ്ങി, ജനങ്ങളുടെ വരം വാങ്ങി അധികാരത്തിലെത്തിയിട്ട് സമ്മേളനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ സംയുക്ത സമിതി പ്രസിഡന്റ് KL ബിന്ദു അധ്യക്ഷയായി. ചലച്ചിത്ര നടി ഗായത്രി വർഷ മുഖ്യപ്രഭാഷണം നടത്തി. ബിനു ഐസക് രാജു, റോസ്മേരി, ഫില്ലമ്മ ജോസഫ്, MV പ്രിയ ടീച്ചർ, സന്ധ്യ രമേശ്, K കമലാദേവി, ബിന്ദു ശ്രീകുമാർ, TG ജലജകുമാരി, സാറാമ്മ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കൻ മേഖലാ കൺവെൻഷൻ നടത്തി. കഴിഞ്ഞ ദിവസം EK നായനാർ സ്മാരക ഹാളിൽ നടത്തിയ കൺവെൻഷൻ CITU ജില്ലാ പ്രസിഡന്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ CITUവിന്റെ അംഗബലം കണക്കാക്കിയാൽ അംഗത്വമുള്ള ആളുകളുടെ കുടുംബത്തിലെ മുഴുവൻ സമാഹരിച്ചാൽ വലിയ രാഷ്ട്രീയമായി പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ പറ്റും. അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കുടുംബമായി ജീവിക്കുന്ന, ഇപ്പോൾ നമ്മളൊരാൾ കഴിയുന്ന വീട്ടിലെ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ ഭാര്യ, കുട്ടികൾ എന്ന ആ ചെറിയ ഒരു കുടുംബത്തിനെ കുറിച്ചല്ല ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷേ ഭൂരിപക്ഷം അകലിഞ്ഞേക്കും. പക്ഷെ നമ്മുടെ കൂട്ടുകുടുംബമായി കണക്കാക്കുമ്പോൾ നമ്മുടെ കുടുംബം, അപ്പോൾ നമ്മുടെ സഹോദരങ്ങളുണ്ടാകും, സഹോദരങ്ങളുടെ ഭാര്യ ഉണ്ടാകും, അവരുടെ കുട്ടികളുണ്ടാവും, അവരൊക്കെ വേറെ വേറെ മാറി താമസിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ CITU അംഗം എന്നുള്ള നിലയിൽ അങ്ങനെ ഒന്ന് വിവരപ്പെടുത്തി നമ്മുടെ കുടുംബത്തെ കാണുകയും ആ കുടുംബത്തിൽപ്പെട്ട പരമാവധി കൊണ്ട് സമാഹരിക്കാൻ വേണ്ടിയുള്ള സംഘടനാ പ്രക്രിയയിൽ നമ്മൾ വരികയാണ്. യോഗത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VV ഷൈജു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി BS ബെന്നി, K അയ്യപ്പൻ, TP രാജിമോൾ, പ്രമോജ് S ധരൻ, PS ഷീജ, B സുമേഷ്, സാംരാജ് എന്നിവർ സംസാരിച്ചു. ജലത സാംസ്കാരിക സംഘടനയുടെ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങളും കൺവെൻഷനിൽ വിതരണം ചെയ്തു. ചങ്ങനാശ്ശേരിയിൽ ആയിക്കാട് ബൈപ്പാസ് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് തകർന്നു. കഴിഞ്ഞ രാത്രി കോട്ടയം ഭാഗത്തു നിന്നും നിയന്ത്രണം വിട്ടെത്തിയ ലോറി ഇടിച്ചാണ് സിഗ്നൽ ലൈറ്റും ഡിവൈഡറും തകർന്നത്. ലൈറ്റ് നിലനിന്നിരുന്ന ഡിവൈഡറുകളും ലോറി ഇടിച്ചു തകർത്തു. പിന്നാലെ എത്തിയ KSRTC ബസ്സും ഡിവൈഡറിന്റെ ഭാഗത്തേക്ക് ഇടിച്ചു കയറി. അപകടങ്ങൾ മൂലം ഇപ്പോൾ പ്രദേശത്തെ സിഗ്നൽ ലൈറ്റ് സംവിധാനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തത് ഇവിടെ പല സമയങ്ങളിലും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. സിഗ്നൽ നിലച്ചതോടെ വാഹനവുമായി കടന്നുപോകാൻ ഡ്രൈവർമാർ ആശയക്കുഴപ്പത്തിലാവുകയാണ്. നിലവിൽ ഒരു ഹോം ഗാർഡിന്റെ സേവനം ജംഗ്ഷനിലുണ്ട്. പൊരിവെയിലും വാഹനങ്ങൾക്കിടയിൽ നിന്ന് 3 ഭാഗത്തേക്കുള്ള ഗതാഗതം ഒറ്റയ്ക്ക് നിയന്ത്രിക്കേണ്ട അവസ്ഥയിലാണ് ഹോം ഗാർഡ്.
KSTP റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 7 വർഷം മുമ്പ് കെൽട്രോണിന്റെ ചുമതലയിലാണ് ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഇതിനു മുൻപും വാഹനമിടിച്ച് ഇവിടെ ലൈറ്റുകൾ തകർന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ചു നാളുകൾക്ക് മുൻപാണ് സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. നീലംപേരൂരിലെ ആശാ വർക്കർ ഷീബ പുഷ്പരാജിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU നീലംപേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കൈനടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗീതാഭായ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ യോഗത്തിൽ നിഷ സുരേഷ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി പ്രസന്ന സതീഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. CPIM നീലംപേരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MD ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചൻ, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മുംതാസ് സലാം, KR രാംജിത്ത്, അനീഷ് KJ എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നെടുമുടി യൂണിറ്റിന്റെയും നെടുമുടി പൊങ്ങ കസ്തൂർബ വായനശാലയുടെയും നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണം കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന വിഷയത്തിൽ ശാസ്ത്ര സംവാദ സദസ്സ് നടത്തി. ജനാധിപത്യം വെല്ലുവിളി നേരിടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഭരണഘടന സംരക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണെന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം T. മനു അഭിപ്രായപ്പെട്ടു. തൊട്ടൊരു മാസം കഴിഞ്ഞ ഉടനെ ജനുവരി 26, 1950 ജനുവരി 26-ന് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. സ്വന്തമായ ഒരു ഭരണഘടനയൊക്കെയുള്ള ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ഇത്രയും വിപുലമായ സന്നാഹങ്ങളോടുകൂടി എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടന മുഴുവൻ വായിച്ച് അതിലെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുക എന്ന് പറയുന്നത് അത്ര ക്ഷിപ്രസാധ്യമല്ല. യൂണിറ്റ് പ്രസിഡന്റ് R. രേഖ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ജയശ്രീ ആനി തോമസ് സംവാദം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ശാസ്ത്രം വളരെ പുരോഗമിച്ചിരിക്കുന്നു. എല്ലാം നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണം പോലും അടുത്ത വർഷത്തേക്ക് നമുക്കുണ്ടാകുമോ എന്ന് ഇന്നേ നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരേണ്ട സ്ഥിതിയാണ്. അതുകൊണ്ട് അതെല്ലാം മുന്നമേ കണ്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് അത് ചിന്തിച്ച് അടുത്ത വർഷത്തേക്ക് നമുക്കുണ്ടാകുമോ എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ശാസ്ത്രീയമായി ചിന്തിച്ച് നമ്മൾ നേരത്തെ അതിനുള്ള സ്റ്റെപ്സൊക്കെ എടുക്കേണ്ടിയിരിക്കുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി S. ശ്രീജിത്ത്, NGO യൂണിയൻ ചെങ്ങന്നൂർ ഏരിയ പ്രസിഡന്റ് B. ജയകുമാർ, പരിഷത്ത് കൈനഗിരി യൂണിറ്റ് സെക്രട്ടറി മുനീറ, വായനശാല പ്രസിഡന്റ് തോമസ് കുരുവിള, പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം അരവിന്ദ് നെടുമുടി, മേഖലാ പ്രസിഡന്റ് T. ജ്യോതി, മേഖലാ സെക്രട്ടറി പ്രസന്ന സതീഷ്ണകുമാർ, വായനശാല സെക്രട്ടറി KS. പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPA മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ID കാർഡ് വിതരണവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടന്നു. മേഖലാ പ്രസിഡന്റ് റജി മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ ഈ യൂണിറ്റിൽ തന്നെ ഏതാണ്ട് 50-ലധികം അംഗങ്ങൾ ഉള്ള മാന്നാർ യൂണിറ്റിൽ ഇതിന്റെ മേൽഘടകത്തിലുള്ള ഭാരവാഹികളിൽ ചിലർക്ക് ഈ ID കാർഡ് വിതരണം ജില്ല നൽകിയപ്പോൾ തന്നെ മേഖലയിൽ അത് തന്നെ നടത്തി ആ പ്രോഗ്രാമിൽ വെച്ച് യൂണിറ്റ് തലത്തിൽ കാർഡുകൾ ഏൽപ്പിച്ചതാണ്. എന്നാൽ ഏതാണ്ട് 55 പേരടങ്ങുന്ന ഈ മാന്നാർ യൂണിറ്റില് ഈ യോഗത്തിൽ കുറഞ്ഞത് 20 പേരോടടുത്ത് എത്തിയിട്ടുണ്ട്. 3-4 പേർക്ക് അടിയന്തരമായി ഇവിടെ വന്നിട്ട് തിരികെ പോകേണ്ടത് ആ സാഹചര്യമുണ്ടായി. മാന്നാർ നാഷണൽ ഗ്രന്ഥശാല ഹാളിൽ യൂണിറ്റ് പ്രസിഡന്റ് നിയാസ് മാന്നാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി സാമു ഭാസ്കർ സ്വാഗതം പറഞ്ഞു. ID കാർഡ് വിതരണ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി നിർവഹിച്ചു. വേനൽക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിന് മാന്നാർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പ്രിയ ദേവദത്തൻ നേതൃത്വം നൽകി. മേഖലാ സെക്രട്ടറി രാജേഷ് രാജ്വിഷൻ, ട്രഷറർ സാമുവേൽ PJ, PRO ജിതേഷ് ചെന്നിത്തല, യൂണിറ്റ് ഇൻചാർജ് ജയൻ ലുക്മി എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധമായ കൈനടി കരുമാത്ര ക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠ നടത്തി. ബുധനാഴ്ച രാവിലെ 11:30-നും 12:30-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങുകൾ. കല്ലമ്പള്ളി ഇല്ലം ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സർപ്പക്കാവിൽ പുനഃപ്രതിഷ്ഠ.
ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 ദീപാരാധനയ്ക്ക് ശേഷം സ്ഥലശുദ്ധി, മറ്റ് താന്ത്രിക വിധി പ്രകാരമുള്ള കർമ്മങ്ങൾ എന്നിവ നടത്തിയിരുന്നു. ബുധനാഴ്ച രാവിലെ മുതൽ പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ച് ഗണപതി ഹോമം, അനുജ്ഞ വാങ്ങൽ, കലശാഭിഷേകം, ആവാഹനം എന്നിവ നടത്തിയിരുന്നു. മാന്നാർ കുട്ടമ്പേരൂർ ശാന്തി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അമ്മമാർക്കുള്ള വിഷു കൈനീട്ടവും 12ാമത് പൊതിച്ചോർ വിതരണവും സൗജന്യ മരുന്ന് വിതരണവും നടന്നു. ചെന്നിത്തല ചെറുകോൾ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടിനു സേവിയർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ വന്ന കാലത്ത് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ നമ്മുടെ ശാന്തിനികേതൻ പോലെയുള്ള സന്നദ്ധ സംഘടനകളാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള കേന്ദ്രങ്ങൾക്ക് ആധികാരികമായുള്ള ഒരു ആശ്രയമായി വന്നിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ സമൂഹത്തിലെ ഇന്ന് പിന്തള്ളപ്പെടുന്ന ഒരു സമൂഹത്തെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സംഘടനകളും പ്രവർത്തകരും അവർ ഇന്ന് സമൂഹത്തിൽ വളരെയധികം ആദരവുകൾ അറിയിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ അവസരം തന്ന എൻ്റെ സംഘാടകരോടും ഈ മഠത്തിലുള്ള എല്ലാ അമ്മമാരോടും നന്ദിയും സ്നേഹവും. സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തി നിവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സജിത് നായർ, ബിന്ദു ശ്രീലക്ഷ്മി, സുഭാഷ് ബാബു, ഉണ്ണി കുറ്റിയിൽ, സലീം ചാപ്രായിൽ, സിസ്റ്റർ ചെറുപുഷ്പം എന്നിവർ സംസാരിച്ചു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന പൊതിച്ചോർ വിതരണം സ്റ്റാർ ഹെൽത്ത് ഹരിപ്പാട് മാനേജർ രശ്മി അജിത് ഉദ്ഘാടനം ചെയ്തു. ശ്രീലത ഗാർഗി, BG ജഗേഷ്, സർജു മുതുകുളം, സലീം, സുമേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചെന്നിത്തല തെക്ക് കണ്ണന്നൂർ ദേവീക്ഷേത്രത്തിന്റെ പുനർനിർമ്മിച്ച ശ്രീകോവിലിൽ പ്രതിഷ്ഠാകർമ്മം വെള്ളിയാഴ്ച നടക്കും. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള വിഗ്രഹം ഘോഷയാത്രയായി വലിയമഠം ദേവീക്ഷേത്രത്തിൽ നിന്നും കണ്ണന്നൂർ ക്ഷേത്രത്തിൽ എത്തിച്ചു. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ തിങ്കളാഴ്ച ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. തന്ത്രി കല്ലമ്പള്ളി മഠം വാമനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ഏപ്രിൽ 19 വെള്ളിയാഴ്ച 9:20 9:40 മധ്യയുള്ള മുഹൂർത്തത്തിലാണ് ദേവീ പ്രതിഷ്ഠാ കർമ്മം. വൈകിട്ട് 5 പറകൊട്ടിപ്പാട്ട്, വൈകിട്ട് 7:30 നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 19 തീയതിയാണ് പ്രധാന കർമ്മം നടക്കുന്നത്. അന്ന് ഗണപതി ഹോമം, അധിവാസം, ഇടവർത്തി പൂജ, മരപ്പണി. 9:20 ശേഷം 9:40 ഇടവൻ രാശി മുഹൂർത്തത്തിൽ ദേവീ പ്രതിഷ്ഠ എല്ലാവിധ പൂജാഗതികളോട് നടക്കുന്നതാണ്. വൈകിട്ട് 6 മണിക്ക് പറവെട്ടിപ്പാട്ട്, ദീപാരാധന 6:30, 7:30 നൃത്തസത്യങ്ങൾ. ഇവയാണ് പരിപാടിയിൽ ഇന്നത്തെ 19 പരിപാടി അടങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് 50 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ടെന്ന ഉദ്ദേശ കണക്ക് എത്രയാണെന്ന് കൃത്യമായിട്ടില്ല. ഭരണസമിതിയങ്ങളും മറ്റ് നാട്ടുകാരും മറ്റൊട്ടനവധി പ്രചാരങ്ങളും കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തുമുള്ള ഭക്തജനങ്ങളുടെ സഹായത്തോടെയാണ് ഈ പ്രവർത്തനം നടന്നിട്ടുള്ളത്. മാന്നാറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KP നാരായണപിള്ള, മന്മഥൻ നായർ, KS ശശീന്ദ്രൻ പിള്ള, S ബാബുരാജ്, S രാജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. തലവടി ആനപ്രമ്പൽ തെക്ക് വട്ടടി ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭക്തിസാന്ദ്രം. ഏപ്രിൽ 14 വിഷുദിനത്തിൽ ആരംഭിച്ച സപ്താഹയജ്ഞം ഏപ്രിൽ 20 ശനിയാഴ്ച സമാപിക്കും. അഞ്ചാം ദിവസമായ വ്യാഴാഴ്ച രുക്മിണി സ്വയംവരം നടക്കും. 7ാം ദിവസം സ്വർഗാരോഹണത്തോടെ സപ്താഹയജ്ഞം സമാപിക്കും. ഏപ്രിൽ 21 പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ രാവിലെ 9 ആരംഭിക്കുന്ന പൊങ്കാല ചടങ്ങുകൾ ചലച്ചിത്ര സീരിയൽ താരം അഞ്ജന അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് MD ജയകുമാർ, സെക്രട്ടറി MG അജയൻ, വൈസ് പ്രസിഡന്റ് റോഷ്മോൻ, ജോയിന്റ് സെക്രട്ടറി PD സുരേഷ്, ട്രഷറർ PA സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54,280 രൂപ.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.